ഓക്കെ, ഇതൊരു വാർത്ത ഫ്രം പാകിസ്ഥാൻ ഓൺ സോഷ്യൽ മീഡിയ ഓവർ ഡ്രൈവ് ടു റിവൈവ് ടെററിസം ഇൻ കാശ്മീർ. ഇതാണൊരു പുതിയ വാർത്ത. നവംബർ 10 വന്നതാണ്. നമ്മൾ അന്ന് എടുത്ത് വെച്ച് പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ an exponential rise in social media activity over the past month in Pakistan and POK-based terrorist handles aimed at glamorizing terrorism and secessionism in J&K as well as threatening anti-India pose is being viewed by Indian security agencies as a fresh bid by Pakistan-backed terror outfits to revive local terror recruitment in J&K, Jammu and Kashmir, according to intelligence sources. എന്താണ് പറയാനുള്ളത്? കാക്കാമാരെ നമ്മൾ സൂക്ഷിക്കേണ്ടി വരുമോ? അതെ, പാകിസ്ഥാൻ അറിയാലോ. പാകിസ്ഥാൻ അവർക്ക് ദാരിദ്ര്യവും അവർ പട്ടിണിയും കാരണം IMF-ന്റെ അടുത്ത് ലോണും അതിന്റെ പിന്നാലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുപോലും കിട്ടാൻ അവിടെ പണ്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. അവിടുത്തെ എന്താ പറയാ, മാവിന്റെ വിലയൊക്കെ എത്രയോ മടങ്ങ് കുതിച്ച് കയറിയിട്ടുണ്ട്. ഇപ്പൊ ഭക്ഷണം കിട്ടാത്ത അവസ്ഥയാണ് അവിടെ. ഒന്നാലോചിച്ച് നോക്കാം, മാവൊക്കെ ക്യൂ നിന്നിട്ട് കിട്ടാത്ത അവസ്ഥയാണ് അവിടെ. അവർ റൊട്ടി ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ രാജ്യത്ത് അവരിപ്പോഴും നോക്കുന്നത് എങ്ങനെയല്ലേ ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കാൻ പറ്റും, കശ്മീരിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ? ഒന്നാലോചിച്ച് നോക്കാം, ഈ കശ്മീരിലെ പ്രശ്നം ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ വളരെ സിമ്പിളായി ചോദിച്ചോട്ടെ. കശ്മീരിൽ അവിടെ ലോക്കൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ, അവിടെ ലോക്കൽ മുസ്ലിങ്ങൾക്കിടയിൽ ഈ തീവ്രവാദത്തിന് വേരില്ലെങ്കിൽ അവിടെ ഈ പ്രശ്നം നടക്കില്ല. അവിടെ ഹിന്ദു ഭൂരിപക്ഷം, ഇപ്പോൾ രാജസ്ഥാനും ഗുജറാത്ത് അല്ലെങ്കിൽ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് ഇതിൻ്റെയൊക്കെ അതിർത്തിയിലായിരുന്നെങ്കിൽ, പാകിസ്ഥാൻ ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം അവിടെ നടക്കില്ല. അവിടെ മുസ്ലിം ഭൂരിപക്ഷം കശ്മീർ താഴ്വരയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇതുപോലെ സ്വാധീനിക്കാൻ പറ്റുന്നത്. അവിടെ ഇപ്പോഴും ഈ കഴിഞ്ഞ ഇലക്ഷൻ, ഇപ്പോൾ ഫറൂഖ് അബ്ദുള്ള ഒക്കെ ജയിച്ചില്ലേ, ആ ഇലക്ഷനിൽ അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ മാധ്യമങ്ങൾ അവിടെ ആളുകളെയൊക്കെ അവരുടെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഇലക്ഷൻ വിഷയം, നിങ്ങൾ എന്തിനാണ് വോട്ട് കൊടുക്കുന്നത്? അപ്പോൾ അവരോട് ചോദിക്കുന്നത്, കശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഹിന്ദുക്കൾ ഇവിടെ അവർ പുതിയ ഇവിടെ അമ്പലമൊക്കെ നിർമ്മിക്കാനതിനെ കുറിച്ച് എന്താ അഭിപ്രായം നോക്കുമ്പോൾ അങ്ങനെ അമ്പലം നിർമ്മിച്ചാൽ ഞങ്ങൾ കത്തിക്കും എന്നാണ് പറയുന്നത്. കശ്മീരിലെ സാധാരണ ഇന്നസെന്റ് ഗാസക്കാരൻ എന്ന് പറഞ്ഞ പോലെ ഇന്നസെന്റ് ആൻഡ് ഇന്ദ്രൻസ് ആയിട്ടുള്ള വലിയ മത്സരമാവട്ടോ ഇത്, സംഘിച്ചാപ്പയ്ക്ക് വേണ്ടിയിട്ട്, സംഘിപ്പട്ടത്തിന് വേണ്ടിയിട്ട്. ഇതെന്നേക്കാൾ വലിയ സംഖ്യയാവുകയാണല്ലോ ജസീമെ. അല്ല, ഞാൻ പറഞ്ഞേ, ഈ കശ്മീരിൽ മുസ്ലിം ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർത്ത് പറഞ്ഞു വരാം, അവിടെ ഈ തീവ്രവാദത്തിന്റെ പ്രശ്നം ഇത്രത്തോളം കൊടുമ്പിരി കൊള്ളില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജോസഫ് മാഷിനെ കൈവെട്ടി അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റേ RSSകാരൻ്റെ അയാളെ തല പൊളിച്ച് ഒരു കഥകൾ നമുക്ക് കേൾക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് തീവ്രവാദികളൊക്കെ ഉണ്ടായത്, ഇതൊക്കെ നമ്മുടെ ക്രമസമാധാനം പൂർണ്ണമായിട്ട് എല്ലാ ജില്ലയിലും തകർന്നിട്ടില്ല. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഒക്കെ ജീവിതമാണ് തകർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പൊതു ബോധത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഈ കശ്മീരിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ ചില ഏരിയകളിലൊക്കെ നിങ്ങൾക്ക് പോകാൻ പേടിയാണ്. ചില എന്താ പറയുക, കാട് അല്ലെങ്കിൽ മലയിടുക്കുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നിങ്ങൾ ജസ്റ്റ് അതിലൂടെ ഒന്ന് വളരെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കേട്ടോ. കശ്മീർ വളരെ പൊതുവിലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ അതെ, ബിഫോർ അതെ 9/11 മുമ്പ് മുസ്ലിങ്ങളെ സ്ക്രീൻ ചെയ്യുന്ന പരിപാടി അമേരിക്കയിൽ ഉണ്ടായിരുന്നില്ല എന്ന്. അതെ, അത് സത്യമാണ്. 9/11 ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നും അമേരിക്കക്കാര് ഇസ്രായേലിന്റെ കൂടെ ചിലപ്പോൾ ഉണ്ടാവുന്ന സംശയമാണ്. കാരണം അവരുടെ അവിടെ വോക്കുകളുടെ എണ്ണം കൂടുതലായിരിക്കും. കാരണം അവരിപ്പോഴും പറയും അതൊന്നും നമ്മുടെ രാജ്യം അവിടെ ഒക്കെ പോയിട്ട് ആക്രമിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇസ്രായേലാണ് കുറ്റക്കാരൻ എന്ന് അമേരിക്ക പറയുമായിരുന്നു. പക്ഷെ 9/11 ഉള്ളതുകൊണ്ട് അവർക്കറിയാം ഇത് ഇസ്രായേൽ എന്താണ് ഈ നേരിടുന്നത്. അപ്പൊ അങ്ങനെ ഒരു അനുഭവപാടുണ്ട്. ഇപ്പൊ അതിന് പറഞ്ഞു, ഇപ്പൊ കശ്മീരിലൊക്കെ നിങ്ങൾ നോക്കുക, കശ്മീരിലെ കൊല്ലപ്പെടുന്ന പറയുന്നതാണ് October 7th is the 9/11 of Israel എന്നാണ് അവർ തന്നെ പറയുന്നത്. അതെ, അപ്പോൾ നമ്മൾ ഈ ജമ്മു കാശ്മീരിലെ ആ വിഷയം നോക്കുമ്പോൾ അവിടെ എന്താ പറയുക, അവിടെ ഈ കശ്മീരികൾക്ക് എന്തിൽ നിന്നാണ് അവർ ആസാദി വേണ്ടത്? അവർക്ക് വിദ്യാഭ്യാസത്തിൽ നിന്നോ, അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭരണഘടനയുള്ള റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയിൽ നിന്നോ, അല്ലെങ്കിൽ അവർക്ക് പൗരൻ എന്ന ഇന്ത്യ കൊടുക്കുന്ന അവകാശങ്ങളിൽ നിന്നോ, എന്തിൽ നിന്നാണ് അവർ ആസാദി നേടുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് അവിടെ അടി. അതും അവിടെ നോക്കുക, ഇന്ത്യൻ പട്ടാളക്കാരെ മരിക്കുന്ന വാർത്ത ഒരു എന്താ പറയുക, ഒരു വലിയ വാർത്തയൊന്നുമല്ല. അപ്പം നമ്മുടെ നാട്ടിൽ ഈ അൻവറിനെ കുറിച്ചും അല്ലെങ്കിൽ ഇവിടെ തിരുപ്പതിയിൽ ലഡുവിനെ കുറിച്ചും ഉള്ള അത്ര പോലും കവറേജ് ഇല്ലാത്തൊരു വാർത്തയാണ്. കാരണം അത് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതാണ്. പണ്ടത്തെക്കാളും താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് ഈ അടുത്തായിട്ട് ചെറുതായിട്ട് അതിൻ്റെ സ്പൈക്ക് വന്നിട്ടുണ്ട്. അവിടെ ചില പ്രദേശങ്ങൾ വീണ്ടും
ഇതുപോലെ ഇവരെ ആളുകൾ പിസ്റ്റൾ കൊടുത്തു വിടുന്നു, അല്ലെങ്കിൽ ലോൺ വോൾഫ് അറ്റാക്ക് പോലെ, അല്ലെങ്കിൽ ഇതുപോലെ പട്ടാളക്കാരുടെ കോൺവോയ് അവരുടെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. കശ്മീരികളല്ലാത്ത പുറത്തു നിന്ന് വന്ന് മുസ്ലിമിനെയും ഹിന്ദുവിനെയൊക്കെ ആക്രമിക്കുന്നു. അപ്പോൾ അത് വർഗം പ്ലസ് മതമായിട്ടുണ്ട്. അപ്പോൾ നല്ല അപ്പോൾ ഈ വിഷയത്തിൽ ഒരേ ഒരു കാര്യത്തിനെ പങ്കുള്ളൂ, അത് ഇസ്ലാം മതമാണ്. അത് പാകിസ്ഥാനാവട്ടെ, അത് ഇതിന് സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാനാവട്ടെ, ആ പ്രദേശത്തുള്ള ഇസ്ലാം മതം തലയിൽ പേറി നടക്കുന്ന മുഹമ്മദിൻ്റെ അനുയായികളാകട്ടെ. ഇതിൽ വേറെ ഒരു മതത്തിനെയും നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവിടെ സ്റ്റേറ്റ് വേഴ്സസ് ഇസ്ലാമാണ്. പക്ഷെ അത് സ്റ്റേറ്റ് പോലും പറയുന്നില്ല എന്നുള്ളതാണ്. മോദി പോലും പറയില്ല ഇസ്ലാമാണെന്ന്. കാരണം മോദിക്ക് എന്താ പറയുക, ബാലൻസിങ് ആക്ടാണ്. അതുകൊണ്ട് ഇസ്ലാമാണെന്ന് പറയില്ല, അവർ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു വിടും. പാകിസ്ഥാനും ഈ കശ്മീരികളുടെ പിന്നിലൊക്കെ ഇസ്ലാമാണ് സുഹൃത്തെ. അപ്പോൾ ബാസിൽ കേൾക്കുക, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും ഇതുപോലെ മതത്തെ വിമർശിക്കുന്നത്? അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം കശ്മീരാണ്. കശ്മീർ ഇപ്പോഴും കത്തി നിൽക്കുന്ന വിഷയമാണ്. നിങ്ങൾക്കിപ്പോൾ മണിപ്പൂരൊക്കെ പറയാം, മണിപ്പൂരിൽ മതമില്ല, എന്നാൽ അവിടെ മതം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കശ്മീരിൽ മതം മാത്രമാണ് വിഷയം. പക്ഷെ അത് റീജിയണൽ കോൺഫ്ലിക്റ്റ് ആണ്, റിബലുകളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് മറച്ചു പിടിക്കണം. തന്നെ മതത്തിന്റെ പേരിലല്ലേ? അതെ, മുസ്ലിം ആദ്യത്തെ ലഹള അഴിച്ചുവിട്ടത് മുസ്ലിം ലീഗ് ആയിരുന്നു, ഇന്ന് ഒരു കുട്ടപ്പന്മാരാണ്. അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഇത് റിലേറ്റഡ് ആണ്, അപ്പോൾ നമുക്ക് കൂടുതൽ അതിനകത്ത് ഡ്രിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മീൻസ് സെയിം, അതായത് നമ്മളുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നൊരു വാർത്തയാണ്. അതായത് 70% ഡിക്ലൈൻ ഇൻ ടെറർ ആക്ടിവിറ്റീസ് ഇൻ JNK. ഇത് കണ്ടിരുന്നോ ഈ വാർത്ത? അവിടെ നടന്നിട്ടുള്ള അക്രമങ്ങൾ ഉത്തരമായിട്ട് മിനിസ്റ്റർ കൊടുത്ത ഉത്തരവാണ് അത്. ഏറെക്കുറെ ശരിയാണ്. എനിക്കൊന്ന് 2016, 17, 18, 19 കാലഘട്ടത്തെ അപേക്ഷിച്ചിട്ട് പീക്ക് ലെവൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈയിടെ മരിക്കുന്ന പട്ടാളക്കാരുടെ എണ്ണം കൂടുതലും തീവ്രവാദികളുടെ എണ്ണം കുറവാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടായിരുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് വലിയ തോതിൽ, പ്രത്യേകിച്ച് നമ്മളുടെ 370 അവിടെ നിന്ന് റദ്ദാക്കിയതിന് ശേഷം വലിയ തോതിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നും കൂടിയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ മറ്റൊരു വാർത്ത വരുന്നത് വീണ്ടും അവിടെ നിന്ന് തന്നെയാണ്. അത് നമ്മളുടെ 119 terrorists active in JNK. Exclusive intel reveals shifting trends in terror ops. Sources reveal that of the 119 active terrorists in Jammu and Kashmir, 79 are concentrated north of the Pir Panjal range. ഇതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ വാർത്ത ഇതാണ്. എന്താണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്? അല്ലേ, വായിച്ചോളൂ. 119 terrorists active in JNK. അതിൽ 79 നോർത്തിൽ, 25 ടെറർ ഇൻസിഡൻറ്റ്സ് ഇൻ 2024, 24 സെക്യൂരിറ്റി പേഴ്സണൽ കിൽഡ്, 61 ടെററിസ്റ്റ് കിൽഡ് ഇൻ എൻകൗണ്ടേഴ്സ് ദിസ് ഇയർ, 21 ഫ്രം പാകിസ്ഥാൻ. എന്താണ് ഇതിൻ്റെ പിന്നിൽ? മതമാണ് ഇതിൻ്റെ പിന്നിൽ. പ്രധാനപ്പെട്ട സാധനം അത് തന്നെയാണ്, അല്ലെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. എ ടോട്ടൽ ഓഫ് ഇത് ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു ഇൻ്റലിജൻസ് അപ്ഡേറ്റ് പോലെ അവർ പറഞ്ഞു വെക്കുകയാണ് ഇതെന്താണ് ഇവിടെ നടക്കണേന്നുള്ളത്. ഇതിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ കാശ്മീർ എന്ന് പറയുന്നത് ഒരു ഹിന്ദു മെജോറിറ്റി സ്ഥലമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിവിടെ നടക്കില്ലായിരുന്നു എന്നും കൂടിയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അതും കൂടി ഇവിടെ പറഞ്ഞു വെക്കണം. അതുകൊണ്ടാണ് ഈ സ്ഥലം ചേർന്ന് കിടക്കുന്ന മറ്റൊരു സ്ഥലമാണ് രാജസ്ഥാൻ, അതേപോലെ മറ്റ് ഏരിയ. അവിടെ നിങ്ങളിത് കാണാത്ത എന്താണ്? ഇവിടെ ഈ കാശ്മീറുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇതിലൊരു വലിയൊരു കാര്യം ഇവിടെ കിടക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. നമ്മൾ അടുത്തതിലേക്ക് നമുക്ക് പോവാണ്. അത് വീണ്ടും കാശ്മീരിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ഫോർ ഗ്ലാമറൈസിങ് ടെററിസം എന്ന് പറഞ്ഞിട്ടൊരു ചാർജാണ് അവിടെ നമുക്ക് കാണാനുള്ളത്. CIK കൗണ്ടർ ഇൻ്റലിജൻസ് കാശ്മീർ അപ്രിഹെൻഡ് Bhatt Naveedul Ali, a postgraduate student from Kulgam, for allegedly using social media to promote extremist ideologies and incite anti-government sentiment. CIK claims Ali was influenced by online entities promoting terrorism in the region and was on the verge of joining militant groups. എങ്ങനെയുണ്ട്? എപ്പടി ഇറക്ക? ഇതാണ് കഥ. അപ്പോൾ ഒരു സ്റ്റുഡൻ്റാണ് ആൾ. എത്ര വയസ്സുള്ള ആളാണ്? പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ടെററിസ്റ്റ് ഓർഗനൈസേഷനിൽ വരെ ചേരുന്നതിൻ്റെ വക്കത്ത് നിൽക്കുന്നു, ഇതാണ് പറയുന്നത്. ഇതിൽ ബാക്കി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം അല്ലേ. എ സ്റ്റുഡൻറ്റ് ഫ്രം സൗത്ത് കാശ്മീർ, കുൽഗാം district, currently pursuing his MSc in lab science, was
detained by Counterintelligence Kashmir Wednesday for allegedly misusing social media to propagate radical anti-national views and instigate public sentiment against government of India. He allegedly glamorized terrorism on his social media handles and was himself about to pick up arms, the CIK said in a statement. Accused Bhatt Naveedul Ali, a resident of Tazipora, Mohammadpora in Kulgam, had been in constant touch with some cyber virtual entities, radicalizing and motivating youth to join terrorism and terrorist ranks. Apart from glorifying terrorism in J&K, Bhatt also consumes the radical content available on the internet, and it was learned that he was about to join terrorist ranks. On receiving this information, a special CIK team detained him from questioning. His parents and neighbors were also called for counseling. An appeal is made to the youth of Kashmir Valley to refrain from involving in such illegal activities, and parents are advised to keep a close watch upon their wards so that the youth does not fall into the trap of such enticements. എന്താ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായത്? അതായത് നിങ്ങളുടെ സ്വന്തം മകൻ, അനിയൻ, ചേട്ടൻ ഇവരൊക്കെ ഇതുപോലെയുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിൽ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട്, ഒരു തീവ്രവാദിയാകാനുള്ള സാധ്യതയുണ്ട്. അതിന് നിങ്ങൾ അവരുടെ മേലെ ഒരു കണ്ണ് വെക്കണം. ഇത് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ മുസ്ലിം വിരുദ്ധനായി, ഇത് ഇവർ പറഞ്ഞപ്പോൾ ഇത് എന്തായി? ഇപ്പോൾ ഇതാണ് നമ്മളും പറയണത്. ഇത് ഓരോ മുസ്ലിമിൻ്റെ ബാധ്യതയാണ് ഇവിടെ ജീവിക്കുന്നത്. നിങ്ങൾ ഇത് ഞാൻ പണ്ടേതൊരു നമ്മളുടെ റിഡക്റ്റീവ് ചാനൽ നടത്തിയ ഒരു ചർച്ചയുടെ ഭാഗം എടുത്തിട്ടാണ് ഇവർ എഴുന്നള്ളിക്കുന്നത്. നമ്മളതിൽ എന്താ പറയുന്നത്? നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള മുസ്ലിം, അവൻ തീവ്രവാദിയാണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞു വെക്കുന്നത്. അത് അവരങ്ങനെയുള്ള സാധനത്തിലേക്ക് ചെന്നുവിടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ മേലൊരു കണ്ണ് വെക്കണം. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്കത് ദഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതിൻ്റെ പേരിൽ നമ്മൾ മുസ്ലിം വിരുദ്ധനാവണം എങ്ങനെയാണ്? എന്താണ് ഇതിലേക്ക് വഴി വെക്കുന്നത്? ഇത് നമുക്ക് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇത് പറഞ്ഞേ പറ്റുള്ളൂ, പറഞ്ഞേ നമ്മൾ പോവുള്ളൂ. എന്താണ് പറയാനുള്ളത് ജസീം? അതെ, അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇയാൾ ഈ വിദ്യാഭ്യാസവും പണവും ഉണ്ടായതുകൊണ്ട് മുസ്ലിങ്ങൾ തീവ്രവാദത്തിൽ നിന്ന് വിട്ടു നിൽക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദം ഇല്ലാതാകും എന്ന് കരുതുന്നത് തെറ്റാണ്. ഇപ്പോൾ നമ്മൾ ചില ഗ്രൂപ്പുകൾക്ക്, ഇപ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് നേരിട്ടുള്ള പ്രൊപ്പോഷണലായിട്ട് ഗുണമുണ്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ മതപരമായിട്ടുള്ള ഇതുപോലത്തെ തീവ്രത ഉള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ഒരു സോഫ്റ്റ്വെയർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുത്താലും പണം കൊടുത്താലും, ഇപ്പോൾ ശ്രീലങ്കയിലൊക്കെ അറ്റാക്ക് നടത്തിയത് ഏതോ ഒരു അവിടുത്തെ വലിയ പണക്കാരൻ്റെ മക്കളായിരുന്നു. അല്ലെങ്കിൽ മറ്റു പല രാജ്യം, ഇപ്പോൾ റഷ്യയിൽ ആ വലിയൊരു 140 ആളുകൾ മരിച്ചതിന് ശേഷം വേറൊരു അറ്റാക്ക് നടന്നു. അതിൽ അവിടുത്തെ ഒരു വലിയ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട അവിടുത്തെ കൗൺസിലറിൻ്റെ ഒരു മക്കളെങ്ങാണ്ടാണ് ആ ആക്രമണം നടത്തിയത്. അവിടെ നടത്തിയിട്ട് തലയിറക്കലും വേറെ കുറേ, അത് നിങ്ങൾ ഒരു പക്ഷേ അത്ര വലിയൊരു വാർത്തയായിട്ട് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ അത് നടന്നു. ഇതേപോലെ പോലീസുകാരൊക്കെ ഒരുപാട് കൊന്നു. അപ്പോൾ അവിടെയൊന്നും അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളോ പട്ടിണിയോ, പലരും പറയാറുണ്ട് പട്ടിണി കൊണ്ടാണ് ഗാസയിലെ ആളുകൾ ഇതുപോലെ വാളെടുക്കുന്നത്, അയ്യോ അമ്മോ എന്നൊക്കെ പറയും. അപ്പം ഇതൊന്നും അല്ല കാരണം. അവരുടെ ആകെ കാരണം ഈ മതമാണ്. അവർക്ക് ഈ മതം കണ്ട് എല്ല് കുത്തിയിട്ട്, ഇപ്പോൾ ഒന്നാലും ചോദിക്കും, ഗാസയിലൊക്കെ ലോകത്തെല്ലായിടത്തുനിന്നും ആൾക്കാർ പൈസ അയച്ച്, അറബികൾ പൈസ അയച്ച്, ആ പൈസ അവരൊക്കെ ടണലുണ്ടാക്കായിരുന്നു അവിടെ. അത് പോട്ടെ, അവിടെ എന്നിട്ടും ഈ പൈസ ഒക്കെ ഇങ്ങനെ മുടിച്ചിട്ടും എന്നിട്ടും അവിടെ ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരുന്നു. ഗാസയുടെ പടങ്ങളൊക്കെ നോക്കുക, ഗാസ ഭയങ്കര എന്തോ ജയിലാണെന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല, ഗാസയിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 4 നേരം തിന്നാനുള്ളതും ഉണ്ടായിരുന്നു. പിന്നെ അവർക്കുള്ള ബാക്കിയുള്ള പൈസയാണ് അവർ എടുത്തിട്ട്, ഭൂരിപക്ഷം പൈസയും അവർ മുക്കിയിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഗാസയിൽ ഈ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഗാസയിൽ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടോ, ഗാസയെ സ്വർഗമാക്കാൻ പറ്റാത്തത് കൊണ്ടോ, ഗാസ നിങ്ങൾക്ക് അറിയാലോ തീരപ്രദേശമാണ്, അതുകൊണ്ട് അവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേലിൻ്റെ ഒരു ചരിത്രമോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ചരിത്രം എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരാശിയുടെ തന്നെ കളിത്തൊട്ടിലാണ്. ഒരു കുറേ ആർക്കിയോളജിക്കൽ സൈറ്റുകളും ഒക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ അത്രയും അവിടെ ആ ഒരു സാധ്യത പോലും ഒഴിവാക്കിയിട്ട് ചെറിയ കുട്ടികളെ എങ്ങനെ ജൂതനെ കുത്തിക്കൊല്ലാം എന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവർക്കുള്ള ഇതുപോലെ ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്തൊരു പ്രതിഭാസമാണ്. അതായത് അവർ ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ പ്രദേശത്തിനെ കുറിച്ചുള്ള രാഷ്ട്രീയം ഉണ്ടായത് മുതൽ അവർ റെഫ്യൂജീസ് ആണ്. ഇതുവരെ അഭയാർത്ഥികൾ എന്നുള്ള സ്റ്റാറ്റസ് നിന്ന് മാറിയിട്ടില്ല. എല്ലാ കാലത്തും അഭയാർത്ഥികളാണ്. സ്വന്തമായിട്ട് രാജ്യം ഗാസ എന്നൊരു പ്രദേശം ഉണ്ടെങ്കിലും അവർ അഭയാർത്ഥികളാണ്.
എന്നിട്ട് പോലും അവർക്ക് അവരുടെ ഇത്രയും കാലത്തെ ഇതുപോലത്തെ സഹായങ്ങളൊന്നും ഉപയോഗിച്ച് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ഒരു താല്പര്യവുമില്ല. ഇപ്പോഴും ഈ വരുന്ന പൈസ പറ്റി ജീവിക്കാനാണ് അവർക്ക് താല്പര്യം. ഒന്നാലോചിച്ച് നോക്കുക. അപ്പോൾ ഇതാ നമ്മൾ പറഞ്ഞത്, ഇവരെ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഒരു മനുഷ്യരെ സഹായിക്കാം, ഈ മാർഗങ്ങളൊക്കെ പോവാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മതത്തെ നമ്മൾ തൊട്ടാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഈ മതത്തെക്കുറിച്ച് നിങ്ങൾ പറയാതെ ഇവരെ ഒരുപാട് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് പൈസ കൊടുക്കാതെ അല്ലെങ്കിൽ അവരെ ഇങ്ങനെ താലോലിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ നന്നാവും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതിനെ അവിടെ തുറന്നു കാട്ടി അവരെ നിരോധിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു സംഘടനയെ തന്നെ അവരുടെ ലക്ഷ്യം മതപരമാണ്. അതിന് നിങ്ങൾക്ക് വെറുതെ പൈസ കൊടുത്തിട്ടോ ലാളിച്ചിട്ടോ സ്നേഹിച്ചിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നല്ലവരാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും തടയാൻ അല്ലെങ്കിൽ അതെ മാറ്റാൻ കഴിയില്ല. അപ്പോൾ നമ്മളുടെ മുന്നിൽ മാർഗങ്ങൾ അസ്തമിക്കുകയാണ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്. ഇപ്പോൾ ഗാസയിലെ ആളുകൾക്കിടയിൽ നിന്ന് ഇവർ റോക്കറ്റ് വിടുന്നത് അതുകൊണ്ടാണ്. നിങ്ങളുടെ കുടുംബക്കാരെ വീട്ടിൽ നിന്ന് നിങ്ങൾ അപ്പുറത്തേക്ക് റോക്കറ്റ് വിടും. മിനിമം നിങ്ങൾക്ക് അറിയാലോ പോലീസോ പട്ടാളോ എന്നാൽ തിരിച്ചങ്ങോട്ട് വിടുന്നു. ആ ബോധങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ സ്വന്തം ആൾക്കാരെ കുറിച്ച് പോലും സ്വന്തം ജീവനെ കുറിച്ച് പോലും ബോധമില്ലാത്ത ആളുകളായി മുസ്ലിങ്ങളെ മാറ്റുന്നത് അവരുടെ മതമാണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞില്ലേ പറ്റും. അതാണ് തുടക്കത്തിൽ നമ്മൾ ചാറ്റ് GPT യോട് ചോദിച്ചപ്പോൾ ചാറ്റ് GPT നമുക്ക് പറഞ്ഞു തന്നത്. അവിടെ ആ ഒരു മാർട്ടിഡം എന്ന് പറയുന്ന ഒരു വിഷയം, അതുൾപ്പെടെ ആ ഒരു വിക്ടിംഹുഡ്. ഓക്കെ, നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട അവസാനത്തെ വാർത്തയാണ്. അതിതാണ്, അൽ ഖൈദ ഇൻസ്പയർഡ് ടെറർ മൊഡ്യൂൾ ഓഫ് ജാർഖണ്ഡ് പ്ലാൻ ടു അക്യുമുലേറ്റ് ഫണ്ട്സ് ഫോർ ജിഹാദ് ത്രൂ PM കിസാൻ യോജന. എപ്പടി ഇറക്ക് നമ്മളെ കൂടെയുള്ള മുസ്ലിങ്ങളെ സംശയിക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണമാണ് ഈ പറയുന്നത്. PM കിസാൻ യോജന എന്ന് പറയുന്ന നമ്മളുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. അതിലൂടെ അതായത് മറ്റു വഴികൾ അടഞ്ഞു. നമ്മളിവിടെ പറയാറുണ്ട്, ഈ തീവ്രവാദത്തെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വഴി എന്ന് പറയുന്നത് അതിനുള്ള ഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് സ്റ്റോപ്പ് ചെയ്തു. ഇന്ത്യൻ ഗവൺമെൻറ് അക്കാര്യത്തിൽ വളരെ സക്സസ്ഫുൾ ആണെന്ന് തന്നെ നമ്മൾ പറയും. അത് വന്നോട് കൂടിയിട്ട് ഇപ്പോൾ ഇവർക്ക് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. പോപ്പുലർ ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം, ബാൻ ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ അവരുടെ ഫണ്ടിങ് സോഴ്സസാണ് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ബ്ലാക്ക് മണി വഴിയുള്ളതും അതുപോലെ മറ്റാളുകളുടെ അക്കൗണ്ട്സ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങനെ ഓരോ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിതിനെക്കുറിച്ചൊരു വീഡിയോ എനിക്ക് 2 ആഴ്ച മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതേപോലെ പ്രോപ്പർട്ടി പിടിച്ചതിൻ്റെ. അപ്പോൾ അങ്ങനെ ചെയ്ത് നേരായ വഴികളൊക്കെ തീർന്നു. അവർ നേരിട്ട് പോയി അവിടെ പിരിച്ചുകൊണ്ടിരുന്നത് തീർന്നു. പിന്നെ ബിനാമി അക്കൗണ്ടുകൾ തീർന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേറെ വഴികളിലൂടെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോന്നോരോന്നായി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടുന്നില്ല തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്. അപ്പോൾ ഇവർ എടുത്തിരിക്കുന്ന ഒരു പണിയാണ് ഈ പണി. അതായത് ഗവൺമെൻറ് സ്കീമിലൂടെ ഉണ്ടാകുന്ന, അതിലൂടെ കൊടുക്കുന്ന ലോൺ എമൗണ്ടും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് അത് ഉപയോഗിച്ചിട്ട് കൃഷി നടത്താൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന പൈസ അത് തീവ്രവാദത്തിന് ഉപയോഗിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ നാട്ടിൽ കൃഷിയിലൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നൊരു മുസ്ലിമിനെ സംശയിക്കുന്നതിലേക്കല്ലേ ഇത് കൊണ്ട് വഴിയെത്തിക്കുക? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നീയൊക്കെ ഈ കൃഷിക്കെന്ന് പറഞ്ഞ് ലോൺ എടുത്തിട്ട് വല്ല ബോംബ് പൊട്ടിക്കാൻ പോടാ എന്ന് ഏതെങ്കിലും ഒരു ഓഫീസിലിരിക്കുന്ന ഒരു സംഘി ചോദിച്ചാൽ അവനെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റുന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ഇതാണ്, PM കിസാൻ യോജന, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സ്കീം പോലും ദുരുപയോഗം ചെയ്തിട്ട് ഇതേപോലെ തീവ്രവാദത്തിന് പണിയെടുക്കുന്നു. അതും അൽ ഖൈദ ഇൻസ്പയർഡ് ടെറർ മൊഡ്യൂൾ. അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ just on conducted by the special cell of Delhi police claimed that 2 of the arrested persons were beneficiaries of PM Kisan and had given money for purchase of arms for terror activities. ഇതാണ് ഇവിടെ പറയുന്നത്. Over 2 months after it arrested 11 people and claimed to have busted an Al Qaeda inspired terror module. ഇത് വാർത്ത നമ്മൾ വായിച്ചതാണ്. 11 പേർ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചപ്പോൾ അതിൽ നിന്നുള്ളൊരു വാർത്തയാണ് ഈ പറയുന്നത്. The Delhi police has informed a city court that the accused persons plan to accumulate funds for jihad through PM Kisan scheme or the Pradhan Mantri Kisan Samman Nidhi. അടിപൊളിയല്ലേ? മോദിയാണ് ഇപ്പോൾ ഇവിടെ തീവ്രവാദം വളർത്തണമെന്ന് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. എ പ്രോപ്പ് കണ്ടക്ട്, അതായത് ഇനിയിപ്പോൾ മുസ്ലിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, അതെ മുസ്ലിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയിട്ട് ഇനി PM പദ്ധതികൾക്ക് മുസ്ലിങ്ങൾക്ക് കാശ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഇവിടുത്തെ ഗവൺമെൻറ് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? ഞാനത് ആലോചിക്കുന്നത്. അപ്പോൾ എ പ്രോബ് കണ്ടക്ടഡ് ബൈ ദ സ്പെഷ്യൽ സെൽ ഓഫ് ഡൽഹി പോലീസ് ക്ലെയിം ദാറ്റ് 2 of the arrested persons were beneficiaries of PM Kisan and had given money for purchase of arms for terror activities.
it is learned that police are looking for the persons who allegedly filled the form for the scheme at the behest of the accused. ഇതാരാ ചെയ്തു കൊടുത്തതെന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. According to police, the arrests were made on August 22nd based on inputs received by central agencies that a highly radicalized Jharkhand-based group and sympathizers in Delhi were planning a terror attack. എന്താ ആവശ്യം? ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ജീവിതം കൂടുതൽ കുഴപ്പത്തിലാക്കുന്നത് ആരാണ്? ഇവിടെ സംഘിയുടെ തലയിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ഓടാൻ കഴിയില്ല, അമേരിക്കയുടെ തലയിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ഓടാൻ കഴിയില്ല. കാക്കാമാർ ഒപ്പിക്കുന്ന പണിയാണ്. ആഫ്റ്റർ ദ അറസ്റ്റ് ദേ വർ ക്വസ്റ്റ്യൻ ബൈ ഡൽഹി പോലീസ് ആൻഡ് ദ സെൻട്രൽ ഏജൻസീസ്. ലേറ്റർ ദേ വർ സെൻറ്റ് ടു ജുഡീഷ്യൽ കസ്റ്റഡി ഇൻ തിഹാർ ജയിൽ. അവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഓൺ കമ്മിങ് അക്രോസ് ഫ്രഷ് എവിഡൻസ് പോലീസ് ഒബ്റ്റെയിൻ 6-day custody of 8 accused earlier this week. ഇതാണ് സംഭവം. കൂടുതലൊന്നും പറയാനില്ല. ആളുകളെ പേരുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് വായിക്കാം, just for horror. In an order issued on November 12, additional sessions judge at the Patiala House Court said an application has been moved by the investigating officer seeking police custody of 8 accused of 6 days. As a witness stated, some other persons were also involved in conspiracy. Those persons are to be identified and interrogated. Witnesses revealed that accused persons planned to accumulate funds for jihad through PM Kisan Yojana. Abu Bakr Sabak, advocate for 10 of the arrested people, said without any concrete evidence the Delhi police is framing all the persons. അതാണ് പിന്നെ ഇരവാദമാണല്ലോ അടുത്തത് വരിക. ഇനി ആരൊക്കെയാണ്? According to police, during the raid in October 22nd, 6 arrested persons identified Anamul Ansari, Shahbaz Ansari, Altaf Ansari, Hassan Ansari, Arshad Khan, Umar Farooq. അടിപൊളി. ഇതെന്താ എല്ലാവർക്കും അൻസാരി എന്ന് പേര്? We found taking weapon training from 2 trainers at Sare Kalan P Pahadi, Ajmeri Naka in Rajasthan's Bhiwadi. Okay, അടിപൊളി, കൊള്ളാം. വേറെ ഉണ്ട്. Another raid was conducted in Ranchi from where 5 persons identified as Dr. Ishtiaq Ahmad alias Captain. ഡോക്ടറാണ് കേട്ടോ, 49 വയസ്സ്. മുഹമ്മദ് റിസ്വാൻ, മുഹമ്മദ് തീവ്രവാദികൾക്ക് പേര് മുഹമ്മദാണ്. Motiur Rahman, Mohammad Rahmanatullah and Faizan Ahmad were arrested. ഇതൊക്കെയാണ് സംഗതി. ഓക്കെ, എന്താ ജസീം പറഞ്ഞോളൂ. അപ്പോൾ ഇതില് ഒരു മിനിറ്റ്, സോറി. മൈക്ക് അവർ അടിച്ചു പോയോ? ഒരു മിനിറ്റ്. ഓക്കെ, അല്ല ഞാനിപ്പോൾ ഇത് ആലോചിക്കുന്നത്, ഇതൊക്കെ പറയുമ്പോൾ ഉടനെ ഇരവാദമായിട്ട് വരും. ഇതൊക്കെ നിങ്ങൾ കുക്കപ്പ് ചെയ്യുന്നതാണെന്ന് പറയും. അതാണ് നമ്മൾ വാർത്ത കാണിച്ച് തന്നെ പറയുന്നത്, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ബാക്കി പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നോക്കിയേ, ഇവരുടെ വ്യക്തിപരമായ നേട്ടത്തിനോ അല്ലെങ്കിൽ ഈ സർക്കാർ ഇതുപോലത്തെ പദ്ധതികൾ ഉപയോഗിച്ചിട്ട് പൈസ ഫണൽ ചെയ്യുന്ന ടീമുകളുണ്ട്, അഴിമതി അല്ലെങ്കിൽ മറ്റ് കള്ളപ്പണം, അതൊന്നുമല്ല. ഇവർക്ക് കള്ളപ്പണം കിട്ടിയാൽ പോലും നേരെ തീവ്രവാദത്തിലേക്ക് കൊടുക്കുന്നു. ഒന്നടിച്ചോക്കെ, ഇവരുടെ വ്യക്തിപരമായ, ഇപ്പോൾ കള്ളനാണെങ്കിൽ തന്നെ അവനും ഇതിന് അന്തസ്സുണ്ട്. സ്വന്തം രാജ്യത്തെ എങ്ങനെയും തകർക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ രാജ്യദ്രോഹത്തിനെ കുറിച്ച് പറയാറട്ടെ, ഈ മുസ്ലിങ്ങളെ കുറിച്ച് രാജ്യദ്രോഹികൾ എന്ന് സംഖ്യകൾ വിളിക്കുമ്പോൾ മിനിമം നമ്മൾ ഈ വാർത്തകളൊക്കെ നോക്കുമ്പോൾ അതിനെതിരെയുള്ള എന്തെങ്കിലുമൊക്കെ തെളിവൊക്കെ കാണും. ഇപ്പോൾ കാണുന്നതൊക്കെ വായിക്കുന്ന ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ എന്താ വിചാരിക്കുക? എന്താ പറഞ്ഞത്, ഈ ഗോത്രീയത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങൾ തീവ്രവാദത്തിലേക്ക് ഇങ്ങനെ പൈസ അയക്കുമ്പോൾ ആളുകൾ പറയും ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന് പറയും. ഇതൊരു പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവരല്ല. ഇപ്പം നമ്മളിങ്ങനെ റോങ് സൈഡിൽ പോകുമ്പോൾ എല്ലാവരും നമുക്കെതിരെ വരുന്ന പോലെ തോന്നും. അതുപോലത്തെ ഒരു തോന്നലാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഈ മുസ്ലിം വിരുദ്ധത ആരോപണം, ഫോബിയ ആരോപണമൊക്കെ ഉന്നയിക്കുന്നതിന് മുമ്പ് മുസ്ലിം ഭാഗത്തുപ്പെട്ട ആളുകൾ ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുപോലെ സമൂഹത്തിൽ ഇപ്പോൾ തുപ്പൽ ജിഹാദ്, തുപ്പുന്ന ഈ പരിപാടി ഒന്നാലോചിച്ച് നോക്കാം. ഇത് സംഘി വളർത്തുന്ന അല്ലെങ്കിൽ സംഘിയുടെ മുസ്ലിം വിരോധം കൊണ്ട് പറയുന്നതാണ് എല്ലാ മുസ്ലിങ്ങളും അങ്ങനെ ബിരിയാണിയിലൊന്നും തുപ്പാറില്ല. പക്ഷെ അതിനും വീഡിയോകളുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ഉസ്താദുമാർ തുപ്പുന്നു. അത് കാണുന്ന മറ്റുള്ള മനുഷ്യർക്ക് തീർച്ചയായിട്ടും അറപ്പും വെറുപ്പൊക്കെ തോന്നും. അപ്പം അതിനെ പൂർണ്ണമായിട്ട് നിഷേധിച്ചുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് നിരാകരിച്ചിട്ട് ഇതുപോലെ എന്താ പറയുക, അവരുടെ ആത്മനിർവൃത്തിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ജൂതനാണ്, അമേരിക്കയാണ്, സംഘിയാണ്, മോദിയാണ് എന്ന് പറഞ്ഞിട്ട് അതിനങ്ങ് ഒഴിവാക്കി വിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും ഇവിടെ തീരില്ല. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും ഇതൊരു വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. ഇന്ത്യയിൽ ബാക്കിയുള്ള ആളുകൾക്ക്, മുസ്ലിങ്ങൾക്കെതിരെ ഒരു സെൻറ്റിമെൻറ്റ്, അതായത് ഗവൺമെൻറ്റിൻ്റെ പണം, നമ്മളുടെ സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് ഇറക്കുന്ന ഗവൺമെൻറ് ടാക്സ് മണി, ഇത് തീവ്രവാദത്തിന് വേണ്ടിയിട്ട് വഴിമാറ്റുന്ന അവസ്ഥ. അത് ചെയ്യുമ്പോൾ, അത് മുസ്ലിങ്ങൾ അതിനകത്ത് ഏർപ്പെടുന്നത്, അത് പിടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുക
അതായത് നിങ്ങളിത് തീവ്രവാദത്തിന് ഉപയോഗിക്കില്ല എന്നൊരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തന്നേക്ക് എന്നും കൂടി എഴുതുന്ന ഒരു പേപ്പർ അതും കൂടി വെക്ക് എന്ന് ഏതെങ്കിലും ഇതുപോലെ ഓഫീസർമാർ പറയുന്ന ഒരു ഘട്ടം അതാണ് ഇനി വരാൻ കിടക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇവിടെ ജസീം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മൾ മുസ്ലിം വിരുദ്ധനാവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മുസ്ലിം വിരുദ്ധനാണെന്ന് നിങ്ങൾ കൂട്ടിക്കോ. ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാക്കുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് ചൂണ്ടിക്കാണിക്കാതെ നിവൃത്തിയില്ല എന്നാണ് ഇവിടെ ആവർത്തിക്കാനുള്ളത്. നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് പോകാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitumu ya Rasulu Dingah. Ashhadu anna mitumu ya Rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar, La